കഥയാരംഭിക്കുന്നത് ഈസ്റ്റേൺ യൂറോപ്പിലെ വിംഗ്രേവിയ എന്ന രാജ്യത്തിൽ നിന്നുമാണ്. അവിടെയായിരുന്നു രാജകുമാരിയായ വയലറ്റ് ജീവിച്ചിരുന്നത്. ഒരു ദിവസം വരാനിരിക്കുന്ന ക്രിസ്മസിന് മുന്നോടിയായിട്ട് നടക്കുന്ന ക്രിസ്മസ് കരോളിൽ റോയൽ ഫാമിലിയുടെ റെപ്രസെന്റേറ്റീവായി വയലറ്റ് പങ്കെടുക്കണം എന്ന ആവശ്യം വന്നു. കാരണമെന്തെന്നാൽ രാജ്യത്തിന്റെ ഭരണാധികാരി കൂടിയായ രാജ്ഞി ആ സമയം മറ്റ് ചില ദൗത്യങ്ങളിലായിരുന്നു. വളർന്നൊരു യുവതിയായെങ്കിൽ കൂടിയും വയലറ്റ് എപ്പോഴും ഒരു സ്പോയിൽഡ് ചൈൽഡിനെ പോലെയായിരുന്നു പെരുമാറിയിരുന്നത്. തന്റെ കാര്യങ്ങൾ മാത്രമായിരുന്നു വയലറ്റിന് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഭാവിയിൽ താനൊരു ഭരണാധികാരിയാവേണ്ടതാണെന്നോ രാജ്യം ഭരിക്കേണ്ടതാണെന്നോ എന്ന ഒരു ചിന്തയും വയലറ്റിനുണ്ടായിരുന്നേയില്ല. അന്നൊരു ദിവസം അമ്മയ്ക്കൊപ്പം കുറച്ച് കുക്കീസ് ഉണ്ടാക്കാൻ വയലറ്റ് കിച്ചണിലെത്തിയിരുന്നു. പക്ഷേ ജോലിത്തിരക്കിൽ നിന്ന് തിരികെ വന്ന ക്യൂൻ ഇപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞൊഴിയുകയാണ്. കാര്യം തിരക്കാൻ വയലറ്റ് അമ്മയുടെ സ്റ്റഡി മുറിയിലേക്ക് ചെന്നു. അവിടെ അമ്മയുടെ കിരീടമിരിപ്പുണ്ടായിരുന്നു. അത് കണ്ട് വളരെയധികം താല്പര്യം തോന്നിയ വയലറ്റ് ആ കിരീടം എടുത്തണിഞ്ഞു. അധികം വൈകാതെ വയലറ്റിന്റെ അമ്മ കൂടിയായ ക്വീൻ എറിക്ക അങ്ങോട്ടേക്ക് കടന്നു വന്നു. വയലറ്റ് തന്റെ കൃത്യനിർവഹണത്തിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണ് എന്ന വിവരം അറിഞ്ഞിട്ടായിരുന്നു ക്വീനിന്റെ വരവ്. തന്റെ ഭർത്താവ് മരണപ്പെട്ടതു മുതൽ ക്വീൻ എറിക്ക രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്ത് നല്ല രീതിയിൽ നടത്തുകയായിരുന്നു. ഭാവിയിൽ തനിക്ക് ശേഷം തന്റെ മകൾ അധികാരത്തിൽ വരണം എന്നും അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ വയലറ്റിന്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ തന്റെ മകൾ രാജ്യം ഭരിക്കുവാൻ അർഹയാണോ എന്ന കാര്യത്തിൽ ക്വീനിന്റെ ഉള്ളിൽ സംശയങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. ഒരു നോബിൾ എന്ന രീതിയിൽ നിന്റെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണ് എന്ന് നിനക്കറിയാമോ എന്ന് ക്വീൻ ചോദിച്ചു. അവളുടെ സ്വാർത്ഥതയെപ്പറ്റിയും റെസ്പോൺസിബിലിറ്റി ഇല്ലായ്മയെപ്പറ്റിയുമൊക്കെ ക്വീൻ പ്രത്യേകം എടുത്തു ചോദിക്കുന്നുമുണ്ട്. അടുത്ത ദിവസം റോയൽ ഫാമിലിയുടെ ഒരു ചടങ്ങുണ്ടായിരുന്നു. പരമ്പരാഗത ചടങ്ങാണ്. കാട്ടിൽ പോയി ടൗൺ സ്ക്വയറിൽ പ്രദർശിപ്പിക്കാനുള്ള ക്രിസ്മസ് ട്രീ സെലക്ട് ചെയ്യുന്ന ചടങ്ങ്. പക്ഷേ ഇവന്റ് നടക്കുമ്പോ പ്രിൻസസ് വയലറ്റ് ഒരു വലിയ തെറ്റ് തന്നെ ചെയ്തു. അബദ്ധത്തിൽ വയലറ്റ് റോയൽ ഗോട്ടിനെ വിട്ടുകളഞ്ഞു. അത് പോയി തിരഞ്ഞെടുത്തതാകട്ടെ ഏറ്റവും ചെറിയ ഒരു ക്രിസ്മസ് ട്രീയും. അത് കണ്ട് രാജ്ഞിക്ക് വലിയ ദേഷ്യം തന്നെ വന്നിരുന്നു. ഇത്ര ചെറിയൊരു കാര്യത്തിൽ വരെ ഇത്രയും നിരുത്തരവാദിത്തപരമായി പെരുമാറുന്ന വയലറ്റിനെ എങ്ങനെ അടുത്ത അനന്തരാവകാശിയാക്കും എന്നുവരെ ക്വീൻ ഭയപ്പെട്ടിരുന്നു. വൈകാതെ അതിനെപ്പറ്റി ക്വീൻ വയലറ്റിനോട് സംസാരിച്ചു. റോയൽ ഫാമിലിക്ക് പുറത്തുനിന്നും ഒരു അനന്തരാവകാശിയെ തിരയുന്ന കാര്യത്തെപ്പറ്റി പോലും ക്വീൻ ഡിസ്കസ് ചെയ്തു. അങ്ങനെ വയലറ്റിന്റെ ബിഹേവിയറിനെ പറ്റിയൊക്കെ ചർച്ച നടക്കുന്ന സമയം ക്വീനിന്റെ അങ്കിളായ ഫീലിക്സ് അങ്ങോട്ടേക്ക് വന്നു. ഫീലിക്സ് ഒരു സജഷൻ പറഞ്ഞു. ഫീലിക്സ് പണ്ട് അമേരിക്കയിൽ ഒരു മിലിറ്ററി അക്കാഡമിയിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. വയലറ്റിനെ അങ്ങോട്ടേക്ക് ട്രെയിനിങ്ങിന് അയച്ചാൽ ഡിസിപ്ലിനും ലീഡർഷിപ്പും ഒക്കെ പഠിച്ച് അവൾ മികച്ച ഒരു നേതാവാകും. നമുക്കതൊന്ന് ശ്രമിച്ചു നോക്കാം എന്നായിരുന്നു ഫീലിക്സ് പറഞ്ഞത്. അപ്രതീക്ഷിതമായി ക്വീൻ ഇറക്കുകയാണെങ്കിൽ അതിനൊക്കെ പറയുകയും ചെയ്തു. പിന്നാലെ വയലറ്റ് തന്റെ ഫിയാൻസിയായ പ്രിൻസ് സ്കോട്ടിനെ ചെന്ന് കണ്ടു. സ്കോട്ടിനടുക്കൽ നടക്കുന്ന കാര്യം പറഞ്ഞു. അടുത്ത 10 ദിവസത്തേക്ക് താൻ മിലിറ്ററി അക്കാഡമിയിലേക്ക് പോവുകയാണെന്നും ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരുള്ളൂ എന്നുമായിരുന്നു അത്. പക്ഷേ പ്രിൻസ് സ്കോട്ട് വയലറ്റിനെ മോട്ടിവേറ്റ് ചെയ്തു. ഇതൊക്കെ എളുപ്പത്തിൽ വയലറ്റിന് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നും അക്കാഡമിയിലുള്ളപ്പോൾ നമുക്ക് സംസാരിക്കാനായി എന്റെ ഫോൺ വെച്ചോളൂ എന്നും പറഞ്ഞ് ഒരു ഫോൺ സ്കോട്ട് വയലറ്റിന് കൈമാറുകയും ചെയ്തു. കഥ അവിടെ നിന്നും മറ്റൊരു മനുഷ്യനിലേക്ക് തിരിയുന്നു. അവന്റെ പേര് റയാൻ എന്നായിരുന്നു. റയാൻ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് എംപ്ലോയി ആണ്. പക്ഷേ റയാൻ അതിനു മുമ്പ് പട്ടാളത്തിലായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ മിലിറ്ററി ട്രെയിനിങ് അക്കാഡമിയിലെ സമർത്ഥനായ ട്രെയിനറായിരുന്നു. ജീവിതത്തിൽ നടന്ന ഏറെ ദുഃഖകരമായ ഒരു ഇൻസിഡന്റ് മൂലം അവിടെ നിന്ന് റിലീവ് ചെയ്ത് നിലവിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി നോക്കുകയാണ് അവൻ. റയാൻ എന്ന വർക്കിലായിരിക്കെ റയാനെ കാണുവാൻ കേണൽ യേറ്റ്സ് കടന്നു വന്നു. യേറ്റ്സ് റയാനോട് വീണ്ടും അക്കാഡമിയിലേക്ക് തിരികെ വരാമോ എന്ന് ചോദിച്ചു. വളരെയധികം വലിയ സമ്പന്ന കുടുംബങ്ങളിലെ ഒട്ടും ഡിസിപ്ലിൻ ഇല്ലാത്ത കുറച്ച് കുട്ടികൾ ട്രെയിനിങ്ങിനായി വരുന്നുണ്ടെന്നും അവരെ ട്രെയിൻ ചെയ്യിക്കാൻ റയാന്റെ സേവനം ഇപ്പോൾ മിലിറ്ററിക്ക് ആവശ്യമാണ് എന്നും കേണൽ പറയുന്നുണ്ടായിരുന്നു. റയാന്റെ ലൈഫിൽ നടന്നതൊക്കെ കേണലിന് അറിയാമായിരുന്നു. എന്നിരുന്നാലും ആ ഒരു അവസരത്തിൽ അവരെ ട്രെയിൻ ചെയ്യിക്കുവാൻ ഏറ്റവും മികച്ച ട്രെയിനറായ റയാനെപ്പോലൊരാൾക്കല്ലാതെ പറ്റില്ല എന്നും കേണലിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു കേണൽ തന്നെ നേരിട്ടെത്തി റയാനെ ക്ഷണിക്കുന്നത്. മനസ്സില്ലാ മനസ്സോടെ റയാൻ ഓക്കെ പറയുകയാണ്. അടുത്ത ദിവസം റയാനും ക്യാപ്റ്റൻ പദവിയിലുള്ള മിലിറ്ററി ഷെഫായ സ്കിബിയും ഒന്നിച്ച് പുതിയ ട്രെയിനീസിനെ വെൽക്കം ചെയ്തു.
കേണൽ പറഞ്ഞ കാര്യങ്ങൾ റയാന്റെ മനസ്സിലുണ്ടായിരുന്നു. വന്നിരിക്കുന്ന കുട്ടികൾ ലോകത്തിലെ പല സമ്പന്ന കുടുംബങ്ങളിലെയും കുട്ടികളാണ്. പലരും ഭാവി വാഗ്ദാനങ്ങളാവേണ്ടവർ, ഭാവി ലീഡേഴ്സ് ആവേണ്ടവരുമാണ്. ഏവരെയും റയാൻ അഭിസംബോധന ചെയ്തു. അടുത്ത 10 ദിവസത്തേക്ക് അവരെ ട്രെയിൻ ചെയ്യിക്കുന്നത് താനായിരിക്കുമെന്നും തന്നെ ക്യാപ്റ്റൻ എന്ന രീതിയിൽ അവർക്ക് വിളിക്കാമെന്നും റയാൻ അവരോടായി പറഞ്ഞു. പിന്നാലെ സ്ക്വിബിയെ പരിചയപ്പെടുത്തുകയും അവരുടെ ട്രെയിനിങ് സെഷന്റെ 3 പ്രധാന പോയിന്റുകൾ വിശദീകരിക്കുകയും ഉണ്ടായി. ഡിസിപ്ലിൻ, ലീഡർഷിപ്പ്, ഫിസിക്കൽ ഫിറ്റ്നസ് എന്നീ കാര്യങ്ങളിലായിരിക്കും അവർ ട്രെയിൻ ചെയ്യപ്പെടുക. ട്രെയിനിങ് ആരംഭിക്കുമ്പോൾ തന്നെ റയാൻ പാർട്ടിസിപ്പൻസിന്റെ, ട്രെയിനീസിന്റെ സെൽഫോൺസ് അടക്കം മുഴുവൻ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വാങ്ങിവെച്ചു. ആദ്യഘട്ടത്തിൽ സ്കോട്ട് കൊടുത്ത ഫോൺ ഒളിപ്പിച്ചു വെക്കാൻ വയലറ്റ് ശ്രമിച്ചിരുന്നു. പക്ഷേ എല്ലാ ബിലോങ്ങിങ്സും സ്റ്റോറേജ് ഏരിയയിൽ സൂക്ഷിക്കണം എന്ന അവസ്ഥ വന്നതോടെ ഫോൺ അവളുടെ കൈവിട്ടുപോയി. അടുത്ത ദിവസം പുലർച്ചെ നേരത്തെ തന്നെ റയാൻ ട്രെയിനീസിനെ വിളിച്ചുണർത്തിയിരുന്നു. അക്കാഡമി ഗ്രൗണ്ടിൽ ജോഗിങ്ങിനായി അവർ ഇറക്കപ്പെട്ടു. വൈകാതെ ഒരു കമ്മ്യൂണൽ ബ്രേക്ക്ഫാസ്റ്റിന് അവരിരുന്നു. ആ സമയം നിയമങ്ങളെ പറ്റിയൊക്കെ റയാൻ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. റയാന്റെ കാർക്കശ്യമുള്ള പറച്ചിലും അധികാര രീതിയിലുള്ള കൽപ്പനയൊന്നും വയലറ്റിനത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പോരാത്തതിന് അതിരാവിലെ തന്നെ ഉറക്കത്തിൽ നിന്നും അവൾ വിളിച്ചെഴുന്നേൽപ്പിക്കപ്പെട്ടതുമാണ്. അവൾ തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും അടുത്ത ഘട്ട ക്ലാസ്സിലേക്ക് കടന്നു. ലീഡർഷിപ്പിനെ പറ്റിയുള്ള തിയറി ക്ലാസ് ആയിരുന്നു അത്. തിയറി ക്ലാസുകൾക്കൊപ്പം തന്നെ പ്രാക്ടിക്കൽ ക്ലാസുകളും ഉണ്ടായിരുന്നു. അടുത്തത് കുക്കിംഗ് ക്ലാസ് ആണ്. സ്ക്വിബിയും റയാനും ചേർന്ന് അവർക്കേവർക്കും കുക്കീസ് ബേക്ക് ചെയ്യാനുള്ള ദൗത്യം കൊടുത്തു. അവരുണ്ടാക്കുന്ന കുക്കികൾ അടുത്തുള്ള ലോക്കൽ ഹോസ്പിറ്റലിൽ വിതരണം ചെയ്യപ്പെടും. ടീം വർക്ക് എന്താണ് എന്ന് പരിശീലിപ്പിക്കാനായിരുന്നു ആ ഒരു ആക്ടിവിറ്റി രൂപപ്പെടുത്തിയിരുന്നത്. അവർ വിചാരിക്കുന്ന പോലെ ആ ദൗത്യം അത്ര എളുപ്പമായിരുന്നില്ല. സ്ക്വിബി കൊടുക്കുന്ന റോ ഇൻഗ്രീഡിയൻസ് മാത്രമേ പാചകത്തിന് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യത്തിൽ നിന്ന് കുക്കികൾ ഉണ്ടാക്കാൻ അവർക്ക് ആരംഭിക്കേണ്ടി വരും. ട്രെയിനികൾ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ സ്ക്വിബിയും റയാനും ട്രെയിനിങ് അക്കാഡമിയിലെ പഴയ കാലത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നു. റയാൻ ആ സമയം തനിക്കേറെ പ്രിയപ്പെട്ട തന്റെ സഹോദരതുല്യനായിരുന്ന ട്രെയിനിങ് അക്കാഡമിയിലെ ബെഞ്ചി എന്ന സ്റ്റുഡന്റിനെ പറ്റി പറഞ്ഞു. അവരൊന്നിച്ച് പരിശീലന കാലയളവിൽ ഒരു ബെഞ്ച് വരെ ഉണ്ടാക്കിയിരുന്നു. ആ ബെഞ്ച് ഇപ്പോഴും അക്കാഡമി ഗ്രൗണ്ടിലുണ്ട്. അവരങ്ങനെ സംസാരിച്ചിരിക്കെ പെട്ടെന്ന് ഫയർ അലാം മുഴങ്ങിക്കേട്ടു. എന്താണെന്നറിയാൻ ഇരുവരും ഓടി കിച്ചണിലേക്ക് എത്തി. ഓവൻ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാതിരുന്ന ആ ട്രെയിനീസ് അവിടെ ചെറിയൊരു അപകടം സൃഷ്ടിച്ചിരുന്നു. പക്ഷേ റയാനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചത് അതൊന്നുമായിരുന്നില്ല. റോ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് സ്ക്വിബി നേരത്തെ ഉണ്ടാക്കി വെച്ച മാവ് ഉപയോഗിച്ചായിരുന്നു അവർ കുക്കീസ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പണിയെടുക്കാനുള്ള മടി അവരുടെ ആ പ്രവൃത്തിയിൽ നിന്ന് റയാന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവരെല്ലാവരെയും റയാൻ ഒച്ചയെടുത്തു. ഒരു ടീമായി വർക്ക് ചെയ്യാനുള്ള കഴിവവർക്കില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി. അതിന് പിന്നാലെ കൂടുതൽ കഠിനമായ ഒരു ദൗത്യത്തിലേക്കായിരുന്നു റയാൻ അവരെ കൊണ്ടുപോയത്. ഇത്തവണ ട്രെയിനിങ് ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒട്ടും എളുപ്പമല്ല. അത്രയും ഫിസിക്കലി ഡിമാൻഡിംഗ് ആയ ഒരു കാര്യവും അന്നേവരേക്കും അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓരോ ഘട്ടവും കഴിഞ്ഞ് അവസാന ഘട്ടമായ റോപ്പ് ക്ലൈംബിംഗിലേക്ക് അവർ വന്നെത്തി. എങ്ങനെ റോപ്പ് ക്ലൈംബ് ചെയ്യണം എന്ന ടെക്നിക് അടക്കം റയാൻ വിശദീകരിച്ചു കൊടുത്തിരുന്നു. പിന്നാലെ വയലറ്റിനോട് ശ്രമിച്ചു നോക്കാൻ റയാൻ പറഞ്ഞു. വയലറ്റ് അതിൽ പരാജയപ്പെടുകയായിരുന്നു. അതോടെ വയലറ്റും റയാനും തമ്മിൽ വലിയൊരു വാക്കുതർക്കം തന്നെ നടന്നു. തങ്ങളെ എന്താ യുദ്ധത്തിന് കൊണ്ടുപോകാൻ ട്രെയിൻ ചെയ്യിക്കുവാണോ? അതുപോലാണല്ലോ നിങ്ങളുടെ ട്രെയിനിങ് എന്ന മട്ടിലായിരുന്നു വയലറ്റ് ദേഷ്യപ്പെട്ടത്. പക്ഷേ റയാൻ പറഞ്ഞു, ഡിസിപ്ലിനും നൈസർഗികമായ കഴിവുകളും ലീഡർഷിപ്പിന് അത്യാവശ്യ സംഗതികളാണ്. അന്ന് നടന്ന വാക്കുതർക്കത്തിന് പിന്നോടിയായി സ്ക്വിബി റയാനെ തനിച്ച് ചെന്ന് കണ്ടു. ട്രെയിനീസിനോട് കുറച്ച് മയത്തിലൊക്കെ പെരുമാറിയാൽ കൊള്ളാമായിരുന്നു. ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, അവർ പട്ടാളക്കാരൊന്നുമല്ലല്ലോ എന്ന മട്ടിൽ സ്ക്വിബി റയാനോട് സംസാരിച്ചു. ഒരുപക്ഷെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കും ഇവർക്ക് നല്ലത്. അത് സന്തോഷവും പേഴ്സണൽ ഗ്രോത്തും ഓരോ ട്രെയിനീസിനും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. റയാനും അത് പരിഗണിക്കാൻ തീരുമാനിച്ചിരുന്നു. അടുത്ത ദിവസം ട്രെയിനീസിനായി റയാൻ അടുത്തൊരു സർവീസ് ടാസ്ക് കൊടുത്തു. ക്രിസ്മസ് ട്രീകൾ അടുത്തുള്ള ഒരു ചർച്ചിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു അവർക്ക് കൊടുക്കപ്പെട്ട ദൗത്യം. ആദ്യത്തിൽ തന്റെ പരുഷമായ രീതിയിലാണ് റയാൻ സംസാരം തുടങ്ങിയതെങ്കിലും സ്ക്വിബി ഒരു നോട്ടം വായിച്ചപ്പോൾ റയാൻ അത് മനസ്സിലാക്കി ഒന്ന് സോഫ്റ്റായി പറയാൻ തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും ട്രെയിനീസുമായി ട്രാൻസ്പോർട്ട് ചെയ്യിക്കേണ്ട ക്രിസ്മസ് ട്രീകളുടെ അടുത്തേക്ക് റയാൻ എത്തി. ചർച്ച് കുറച്ചധികം ദൂരെയാണ്. ആ ക്രിസ്മസ് ട്രീകൾ ചുമന്നവിടെ വരെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് അല്പം പിടിപ്പെട്ട പണിയാണ്. ട്രെയിനീസ് അതിനെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങി. പക്ഷേ റയാൻ നിർബന്ധമായും അത് പ്രവർത്തിക്കണം എന്ന മട്ടിൽ ഉറച്ചു നിന്നു. വയലറ്റ് അപ്പോഴേക്കും ബുദ്ധിപരമായ ഒരു ഐഡിയ വികസിപ്പിച്ചിരുന്നു. റയാൻ മാറിയതും തന്റെ കൂടെയുള്ള നോയൽ എന്നും ബോബി എന്നും പേരുള്ള 2 ട്രെയിനീസിനെ കൂടെ കൂട്ടി സ്റ്റോറേജ് ഏരിയയിലേക്ക് വയലറ്റ് കടന്നു കയറി. അവിടെ കടന്ന് സ്റ്റോറേജിൽ പൂട്ടിവെച്ചിരിക്കുന്ന തങ്ങളുടെ ബാഗ് എടുത്ത് ഫോൺ ഉപയോഗിച്ചു
ഉപയോഗിച്ച് വയലറ്റ് ഡെലിവറി സർവീസസിൽ വിളിച്ചു. അവരുടെ സഹായത്തോടെ ക്രിസ്മസ് ട്രീകൾ പള്ളിയിലേക്ക് എത്തിക്കാനുള്ള കാര്യവും ചെയ്തു. പള്ളിക്ക് അടുത്തുവരെ അങ്ങനെ അവർ എത്തിച്ചേർന്നിരുന്നു. അവിടെ നിന്നും ക്രിസ്മസ് മരങ്ങൾ തങ്ങൾ ചുമന്നു കൊണ്ടുവരുന്ന പോലെ നല്ല രീതിയിൽ അഭിനയിച്ച് അവർ റയാന്റെ മുമ്പിലെത്തി. ട്രെയിനീസ് ഒടുവിൽ തങ്ങളുടെ ഗ്ലൗസ് തിരികെ കൊടുക്കുമ്പോൾ അവരുടെ പെരുമാറ്റവും ഗ്ലൗസിൽ പാടുകളൊന്നും കാണാത്തതും കണ്ട് റയാന് സംശയം തോന്നി. റയാൻ അതോടെ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ വലിയ നടപടിയുണ്ടാകും എന്ന മട്ടിൽ പറയുകയാണ്. എല്ലാവരും ദൗത്യത്തിൽ പരാജയപ്പെടും, ട്രെയിനിങ്ങിൽ താൻ തോൽപ്പിക്കും എന്ന മട്ടിലേക്ക് റയാൻ പറഞ്ഞെത്തിയതോടെ മനസ്സില്ലാ മനസ്സോടെ വയലറ്റ് മുന്നിട്ട് വന്നു. താൻ ചെയ്ത കാര്യം വെളിപ്പെടുത്തി. താൻ ഇതിനൊന്നും പറ്റിയ വ്യക്തിയല്ലെന്നും താൻ പരാജയം സമ്മതിച്ച് പിന്മാറുകയാണെന്നും പറഞ്ഞ് അക്കാഡമി വിട്ടുപോകുന്ന കാര്യവും അവൾ അവിടെ വെച്ച് പറഞ്ഞിരുന്നു. വയലറ്റ് അക്കാഡമി വിട്ടു പോകുന്നതിനു മുമ്പ് റയാൻ വയലറ്റിനെ കൊണ്ട് ക്വീൻ ഇറുക്കയെ വിളിപ്പിച്ചു. സ്വമേധയാ അവൾ വിട്ടുപോകുന്ന കാര്യം അറിയിക്കാൻ വേണ്ടിയായിരുന്നു അത്. പക്ഷേ കോളെത്തിയതും ക്വീൻ വല്ലാതെ ഡിസപ്പോയിന്റഡ് ആയിരുന്നു. തന്റെ മകൾ ഇത്ര വേഗം ഇതൊക്കെ വിട്ടുകളഞ്ഞല്ലോ, പരാജയം സമ്മതിച്ചല്ലോ എന്നായിരുന്നു ക്വീൻ ചിന്തിച്ചത്. അവളോട് വീട്ടിലേക്ക് തിരികെ പോരാനും ഒരു കുലീന വ്യക്തിത്വം എന്ന രീതിയിലും അനന്തരാവകാശി എന്ന് തെളിയിക്കാനുള്ള ദൗത്യത്തിലും നീ പരാജയപ്പെട്ടെന്നും അതിനുവേണ്ടി ആവശ്യമായ എഫോർട്ട് പോലും നീ എടുത്തില്ലെന്നും ക്വീൻ അവളെ കുറ്റപ്പെടുത്തി. അന്ന് സന്ധ്യയോടെ വയലറ്റ് എയർപോർട്ടിലേക്ക് പുറപ്പെടാനിറങ്ങുകയായിരുന്നു. ആ സമയത്താണ് മഞ്ഞിൽപ്പെട്ട ഒരു കാർ അവൾ നോക്കിക്കാണുന്നത്. ജിമ്മി എന്ന അല്പം പ്രായം ചെന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരു മുൻകാല പട്ടാളക്കാരനായിരുന്നു അങ്ങനെ പെട്ടുകിടന്നിരുന്നത്. വയലറ്റ് ജിമ്മിക്കടുത്തെത്തി കാര്യം ചോദിച്ചറിഞ്ഞു. അവൾക്ക് സൈൻ ലാംഗ്വേജ് വശമുണ്ടായിരുന്നു. അതുകൊണ്ട് ജിമ്മിയുമായി സംസാരിച്ച അവൾ ബുദ്ധിപൂർവം വണ്ടിയുടെ മുന്നിലെ മഞ്ഞൊക്കെ മാറ്റി ജിമ്മിയെ സഹായിക്കുകയാണ്. വയലറ്റിനെ ഡ്രോപ്പ് ചെയ്യാൻ ആ സമയം വണ്ടിയുമായി അങ്ങോട്ടേക്ക് വന്ന റയാൻ ആ കാഴ്ച നോക്കിക്കണ്ടിരുന്നു. താൻ ചിന്തിച്ച പോലല്ല വയലറ്റിന്റെ ഉള്ളിൽ നല്ലൊരു ലീഡറുണ്ട്, സഹാനുഭൂതിയുണ്ട് എന്ന കാര്യമൊക്കെ റയാൻ അവിടെ വെച്ച് മനസ്സിലാക്കി. പിന്നാലെ വയലറ്റ് വണ്ടിയിലെത്തിയപ്പോൾ റയാൻ വയലറ്റിനോട് സംസാരിച്ചു. വയലറ്റ് അപ്പോൾ പ്രവർത്തിച്ചതാണ് യഥാർത്ഥ ലീഡർഷിപ്പ് ക്വാളിറ്റിയെന്നും ഇത്തരത്തിൽ ജനങ്ങളോട് പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്നും റയാൻ അവളോടായി പറഞ്ഞു. തനിക്ക് കിട്ടിയ ആ അപ്രിസിയേഷൻ വയലറ്റിന്റെ തീരുമാനത്തെ തന്നെ മാറ്റി ചിന്തിപ്പിച്ചിരുന്നു. ട്രെയിനിങ് അക്കാഡമിയിൽ തുടരുവാൻ അവൾ തീരുമാനിച്ചു. അടുത്ത ദിവസം പകലിൽ ഒരു ഡ്യൂട്ടിയിലായിരിക്കെ റയാൻ തനിയെ അക്കാഡമിക്ക് മുമ്പിലുള്ള ബെഞ്ചിൽ ചെന്നിരിക്കുന്നത് വയലറ്റ് കണ്ടു. അവനോട് സംസാരിക്കാൻ വയലറ്റ് അവന്റെ അടുത്തേക്ക് ചെന്നു. അതേ ബെഞ്ചിൽ അവളും ഇരുന്നു. ഇരുവരും മനസ്സ് തുറന്ന് സംസാരിച്ചു. ആ സമയം താൻ തന്റെ സഹോദരതുല്യനായ ബെഞ്ചിയും ഒന്നിച്ച് ആ ബെഞ്ച് ഉണ്ടാക്കിയതിനെ പറ്റിയും ബെഞ്ചിയുമായുണ്ടായ ആത്മബന്ധത്തെ പറ്റിയുമൊക്കെ റയാൻ പറയുന്നുണ്ട്. ആ സമയം തനിക്കേറെ പ്രിയപ്പെട്ട ഒരു കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ തന്റെ അച്ഛനെപ്പറ്റി വയലറ്റ് ഓർത്തു പറഞ്ഞു. മനസ്സ് തുറന്നുള്ള ആ സംസാരം ഇരുവരെയും അടുപ്പിക്കുന്നുണ്ടായിരുന്നു. റയാന്റെ ഏറെ കെയറിംഗ് ആയ മറ്റൊരു മുഖം കൂടി വയലറ്റ് അവിടെ വെച്ച് കാണുകയായിരുന്നു. Thank you. അന്ന് രാത്രിയിൽ പ്രിൻസ് കോർട്ടിൽ നിന്ന് വയലറ്റിനൊരു മെസ്സേജ് കിട്ടി. അപ്രതീക്ഷിതമായി അക്കാഡമിയിലേക്ക് അവൻ വന്നെത്തിയിരുന്നു. കിച്ചൺ ഡോർ വഴി ഒളിച്ചിറങ്ങി വയലറ്റ് സ്കോട്ടിനെ കണ്ടു. തന്റെ ഒപ്പം ഒരു ഹോളിഡേക്കായി അവിടെ നിന്ന് ഒളിച്ചോടിപ്പോവാം എന്ന മട്ടിൽ സ്കോട്ട് വയലറ്റിനോട് പറഞ്ഞു. ഗ്രാജുവേഷന് ഇനി കുറച്ച് ദിവസമേയുള്ളൂ, അതുകൊണ്ട് തനിക്ക് വരാൻ പറ്റില്ല എന്ന് വിനയത്തോടെ വയലറ്റ് സ്കോട്ടിനെ അറിയിച്ചു. അടുത്ത രാജ്ഞിയാവാനുള്ള തന്റെ കമ്മിറ്റ്മെന്റ് ഈ ട്രെയിനിങ് പൂർത്തീകരിച്ച് തനിക്കമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണം എന്ന മട്ടിലും വയലറ്റ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സ്കോട്ട് തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്ന് തന്റെ കൂടെ വരണം എന്ന് വയലറ്റിനെ നിർബന്ധിക്കുകയായിരുന്നു. എത്ര പറഞ്ഞിട്ടും തന്റെ അമ്മയുടെ ആഗ്രഹങ്ങൾക്കോ തന്റെ എഫോർട്ടിനോ സ്കോട്ട് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതും ആ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാൻ വയലറ്റ് നിർബന്ധിതയായി. പിന്നാലെ തന്റെ മുറിയിലേക്ക് തിരികെ വരാൻ വയലറ്റ് ഒരു ശ്രമം നടത്തി. പക്ഷേ കിച്ചൺ ഡോർ അപ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയി കഴിഞ്ഞിരുന്നു. വയലറ്റ് അതോടെ പൈപ്പ് വഴി പിടിച്ചു കയറി അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. അബദ്ധവശാൽ വയലറ്റ് എത്തിപ്പെട്ടത് റയാന്റെ മുറിയിലേക്കായിരുന്നു. റയാനാകട്ടെ ആ സമയം തന്റെ അമ്മയുമായി വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു. റയാൻ കാണാതെ ഒളിച്ച് പുറത്തു കടക്കാൻ വയലറ്റ് ശ്രമം നടത്തി. പക്ഷേ വീഡിയോ കോളിലുണ്ടായിരുന്ന അമ്മ ഒളിച്ചു കിടക്കുന്ന വയലറ്റിനെ കാണുകയാണ്. റയാൻ താനറിയാതെ രഹസ്യമായി ഡേറ്റ് ചെയ്യുകയാണോ എന്ന് റയാന്റെ അമ്മ സംശയിച്ചിരുന്നു. റയാൻ തിരിഞ്ഞപ്പോ വയലറ്റിനെ കണ്ടു. വയലറ്റ് തന്റെ സ്റ്റുഡന്റ് ആണ് എന്ന കാര്യം റയാൻ അമ്മയോടായി പറഞ്ഞു. പിന്നാലെ വയലറ്റിനോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചു. തനിക്ക്
തനിക്ക് നക്ഷത്രങ്ങൾ നോക്കിക്കാണുന്നത് ഇഷ്ടമാണെന്നും അതിനുവേണ്ടി ഇറങ്ങിയപ്പോ കിച്ചൺ ഡോർ ലോക്കായി പോയെന്നും തിരികെ കയറാനായി കയറി വന്നതാണ് എന്നുമായിരുന്നു വയലറ്റ് കള്ളം പറഞ്ഞത്. അന്ന് വയലറ്റും റയാനും കുറേയധികം സംസാരിക്കുന്നുണ്ട്. സംസാരത്തിൽ തന്റെ പഴയകാലത്തെപ്പറ്റി റയാൻ മനസ്സു തുറന്നു. റയാന്റെ അടുത്ത സുഹൃത്തായിരുന്നു ബെഞ്ചി എന്ന കാര്യം അതിനോടകം വയലറ്റിനോട് പറഞ്ഞിരുന്നതാണല്ലോ. ബെഞ്ചിയുമായി ഒരിക്കൽ റയാൻ വലിയൊരു വാഗ്വാദത്തിലേർപ്പെട്ടു. ബെഞ്ചിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോവാൻ വലിയ താല്പര്യമായിരുന്നു. അപകടം നിറഞ്ഞ യുദ്ധമാണ് എന്നറിഞ്ഞുകൊണ്ട് റയാൻ ബെഞ്ചിയോട് പോവരുത് എന്ന് പറഞ്ഞു. പക്ഷെ പോവണം എന്ന് ബെഞ്ചി വാശി പിടിച്ചു. അവർ തമ്മിൽ അതിന്റെ പേരിൽ വലിയ വാക്കുതർക്കമുണ്ടായി. ഇരുവരും പരസ്പരം പിണങ്ങി. ബെഞ്ചി യുദ്ധത്തിന് പോവുകയും ചെയ്തു. ആ യുദ്ധത്തിൽ നിന്ന് ഒരിക്കലും ബെഞ്ചി തിരികെ വന്നില്ല. അന്ന് ബെഞ്ചിക്കൊപ്പം പോവാതിരുന്നതിലും തന്റെ സുഹൃത്ത് മരിച്ചതിലും റയാന് വലിയ കുറ്റബോധമുണ്ടായി. അതവനെ ഒരു ട്രോമയിലേക്ക് തള്ളിവിട്ടു. അങ്ങനായിരുന്നു മിലിറ്ററി വിട്ട് കുറെ നാൾ അവൻ പുറത്തു നിന്നത്. അടുത്ത ദിവസം ഏവരും ബ്രേക്ക്ഫാസ്റ്റിനായി ഒത്തുകൂടിയപ്പോ കിച്ചണിലുള്ള മണ്ണിന്റെ പാടുകൾ സ്കിബി നോട്ടീസ് ചെയ്തിരുന്നു. ആരാണതിന് ഉത്തരവാദി എന്ന് സ്കിബി ചോദിക്കാൻ തുടങ്ങി. ഇതേ സമയം റയാനാണെങ്കിൽ വിഷയം മാറ്റുവാൻ ജിമ്മി എന്നൊരു മുൻകാല പട്ടാള ഉദ്യോഗസ്ഥൻ തങ്ങളെ ക്രിസ്മസ് പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ട് എന്ന കാര്യം അറിയിച്ചു. നേരത്തെ കാർ മഞ്ഞിൽപ്പെട്ടപ്പോ വയലറ്റ് സഹായിച്ച അതേ ഉദ്യോഗസ്ഥനായിരുന്നു അത്. വീട്ടിലെ പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോ റയാൻ ഏവരെയും ജിമ്മിക്കും ജിമ്മിയുടെ അസിസ്റ്റന്റ് ലൂർണയ്ക്കും പരാജയപ്പെടുത്തി. അവരേവരും ഒന്നിച്ച് ക്രിസ്മസ് കരോളുകളടക്കം പാടി പാർട്ടി അടിപൊളിയാക്കിയിരുന്നു. അടുത്ത ദിവസം വീണ്ടും ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ക്ലാസ് ആയിരുന്നു. തുടർച്ചയായ പരിശീലനം അവരിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അതതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. എത്രത്തോളം അവർ മുന്നേറിയിട്ടുണ്ട് എന്നൊന്ന് വ്യക്തമാകുമായിരുന്നു. വളരെ മികച്ച രീതിയിൽ അവരൊക്കെ പ്രവർത്തിച്ചു. എന്തിനേറെ പറയുന്നു, വയലറ്റ് മുമ്പ് പരാജയപ്പെട്ട റോപ്പ് ക്ലൈംബിംഗ് വരെ മികച്ച രീതിയിൽ ചെയ്ത് ബെല്ല് മുഴക്കുക പോലും ചെയ്തു. അന്ന് രാത്രിയിൽ തന്റെ കൂടെയുള്ള നോയൽ ദുഃഖിച്ചിരിക്കുന്നത് വയലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താ കാര്യമെന്ന് വയലറ്റ് തിരക്കി. തന്റെ അച്ഛൻ ഗ്രാജുവേഷൻ സെറമണിക്ക് വന്നാൽ നന്നായിരുന്നു, പക്ഷെ അച്ഛൻ വരുമെന്ന് തോന്നുന്നില്ല എന്ന് നോയൽ ദുഃഖത്തോടെ പറയുന്നുണ്ടായിരുന്നു. ശ്രമിച്ചു നോക്കാതെ ഒന്നും നടന്നില്ലെന്ന് പറയരുത്. ഫോണിൽ അച്ഛനെ വിളിച്ചൊന്ന് സംസാരിച്ചു നോക്കാൻ വയലറ്റ് പറഞ്ഞു. പിന്നാലെ നോയലിലെ ഫോൺ എടുത്ത് വിളിച്ചു. നോയലിനെ ഞെട്ടിച്ചുകൊണ്ട് ഗ്രാജുവേഷൻ സെറമണിക്ക് വരാം എന്ന് നോയലിന്റെ അച്ഛൻ സമ്മതിച്ചു. നോയലിന് അത്രമേൽ സന്തോഷം തോന്നി. അവരപ്പോൾ ഇരുന്നിരുന്നത് റയാനും കൂട്ടുകാരനും കൂടി ഉണ്ടാക്കിയ ബെഞ്ചിലായിരുന്നു. സന്തോഷപ്രകടനത്തിനിടയിൽ അവർ അബദ്ധത്തിൽ ആ ബെഞ്ചൊടിച്ചു. അങ്ങോട്ടേക്ക് കടന്നുവന്ന റയാൻ ആ കാഴ്ച നോക്കിക്കാണുകയാണ്. പോരാത്തതിന് നോയലിന്റെ കയ്യിൽ ഫോണും കൂടി കണ്ടതോടെ റയാന് രോഷം ഇരച്ചു കയറി. ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നത് അവിടുത്തെ റൂളായിരുന്നല്ലോ. പിന്നാലെ ഓരോ കുറ്റങ്ങളും ഓരോ കാര്യങ്ങളും വയലറ്റിൽ നിന്നും റയാൻ ചോദിച്ചറിയുകയാണ്. പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായതും അതുവരെ താൻ ചെയ്ത ഓരോ തെറ്റുകളും വയലറ്റ് എണ്ണി എണ്ണി പറഞ്ഞു. പ്രിൻസ് സ്കോട്ടിനെ രഹസ്യമായി കണ്ട കാര്യവും ഡെലിവറി സർവീസ് സ്കീം ഉപയോഗപ്പെടുത്തിയ കാര്യവും സ്റ്റോറേജിൽ നിന്ന് ഫോൺ എടുത്ത കാര്യവുമൊക്കെയും ഒക്കെ കേട്ടതും വയലറ്റിന്റെ ബിഹേവിയറിൽ റയാൻ വല്ലാതെ ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ഒരുപാട് നിയമങ്ങൾ വയലറ്റ് ലംഘിച്ചതിനാൽ വയലറ്റിന് ഗ്രാജുവേഷൻ നൽകാനാകില്ല, അത് തിരിച്ചെടുക്കേണ്ടി വരും എന്ന് റയാൻ വയലറ്റിനെ അറിയിച്ചു. പക്ഷേ അടുത്ത ദിവസം ഗ്രാജുവേഷൻ സെറമണിയിൽ പങ്കെടുക്കാൻ വയലറ്റിന്റെ അമ്മ ക്വീൻ ഇറക്കിയെത്തിയിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് ക്വീൻ അറിയുന്നത് വയലറ്റ് ഡിസ്ക്വാളിഫൈഡ് ആയെന്ന്. വയലറ്റ് കാര്യങ്ങൾ അമ്മയോട് വിശദീകരിക്കാൻ ശ്രമിച്ചു. ഒരു നോബിൾ എന്ന രീതിയിലുള്ള തന്റെ ജീവിതത്തിലെ പർപ്പസ് താൻ തിരിച്ചറിഞ്ഞു എന്നും അവൾ പറയാൻ ശ്രമിച്ചെങ്കിലും ക്വീൻ അതൊന്നും ചെവികൊണ്ടില്ല. വയലറ്റ് പഴയതുപോലെ വെറുതെ കാരണങ്ങൾ പറയുകയാണ് എന്ന് മാത്രമായിരുന്നു ക്വീൻ ചിന്തിച്ചത്. വയലറ്റ് എന്ന് പുറത്തിറങ്ങി. പുറത്തുകൂടെ നടക്കുമ്പോൾ ജിമ്മിയുടെ അസിസ്റ്റന്റിനെ കണ്ടു. അപ്പോഴാണ് വയലറ്റ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. മുൻകാല പട്ടാള ഉദ്യോഗസ്ഥരുടെ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കാനിരുന്നിരുന്നു. കിച്ചണിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും ഭക്ഷണം തയ്യാറാവാത്തതുകൊണ്ടും അത് ക്യാൻസൽ ചെയ്യുകയാണ് എന്നായിരുന്നു അത്. വയലറ്റ് ഉണർന്നു പ്രവർത്തിച്ചു. തങ്ങൾ സഹായിക്കാം എന്ന് വയലറ്റ് ഏറ്റു. തന്റെ കൂട്ടുകാരെ കണ്ട് പാർട്ടിക്ക് വേണ്ട ഭക്ഷണമുണ്ടാക്കാൻ വയലറ്റ് തീരുമാനിച്ചു. കിച്ചണിലേക്ക് എത്തിയ അവർ ടീം വർക്കായി ഒന്നിച്ച് ഭക്ഷണം ബേക്ക് ചെയ്യാൻ തുടങ്ങി. വിവരമറിഞ്ഞ് റയാനും അങ്ങോട്ടേക്ക് വന്നിരുന്നു. അവിടെത്തി റയാൻ സംസാരിക്കുമ്പോ വയലറ്റിനോട് സംസാരിക്കാൻ നോയൽ റയാനോട് സജസ്റ്റ് ചെയ്തു. എല്ലാ കുറ്റവും വയലറ്റ് ഏറ്റെടുത്തെങ്കിലും നടന്ന കാര്യങ്ങളിലെ സത്യങ്ങളും അന്നത്തെ ഫോൺ ഇൻസിഡന്റിന്റെ ബാക്ക് സ്റ്റോറിയും ഒക്കെയും നോയൽ റയാനോട് വിശദീകരിച്ചു. പിന്നാലെ പുറത്തെത്തി റയാൻ വയലറ്റിനെ മീറ്റ് ചെയ്യുകയാണ്. ആ സമയം വയലറ്റും ജിമ്മിയും ചേർന്ന് അവർ തകർത്ത് റയാനും റയാന്റെ ഉറ്റ സുഹൃത്തുമുണ്ടാക്കിയ ബെഞ്ച് റിപ്പയർ ചെയ്യുകയായിരുന്നു. റയാൻ പിന്നാലെ വയലറ്റിനോട് സംസാരിച്ചു. നോയലിൽ നിന്നും താൻ അറിഞ്ഞ വിവരങ്ങൾ റയാന്റെ ഉള്ളിൽ കുറ്റബോധം നിറച്ചിരുന്നു. വയലറ്റിന്റെ ഉദ്ദേശം
ഉദ്ദേശം മനസ്സിലാക്കാതെയാണ് അന്ന് താൻ പെരുമാറിയതെന്നും റൂൾസ് അടക്കം വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയത് എന്നും പറഞ്ഞ റയാൻ അവളോട് ക്ഷമ ചോദിച്ചു. വയലറ്റിന്റെ ആഗ്രഹപ്രകാരം വിരമിച്ച് മുൻകാല പട്ടാള ഉദ്യോഗസ്ഥരെ തങ്ങൾക്കൊപ്പം ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ അക്കാഡമിയിലേക്ക് ക്ഷണിക്കാൻ റയാൻ അനുവദിച്ചു. അവരെല്ലാവരും ഒന്നിച്ച് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളിലായിരിക്കെ ക്വീൻ എറിക്ക അങ്ങോട്ടേക്ക് വന്നു. സ്കിബി ക്വീൻ എറിക്കയെ വിളിച്ച് വയലറ്റിന്റെ ദയയെപ്പറ്റിയും വയലറ്റ് ചെയ്ത പ്രവൃത്തികളിലെ നന്മയെപ്പറ്റിയുമൊക്കെ ക്വീനിനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടായിരുന്നു ക്വീൻ മടങ്ങിയെത്തിയത്. അങ്ങനെ ക്രിസ്മസ് പാർട്ടിയും ഗ്രാജുവേഷൻ സെറിമണിയും ഒന്നിച്ചു നടക്കുകയാണ്. ആ ഇവന്റിൽ വെച്ച് വയലറ്റിന്റെ മനസ്സിനെ പറ്റിയും ദയാശീലതയെപ്പറ്റിയും ലീഡർഷിപ്പ് ക്വാളിറ്റിയെപ്പറ്റിയുമൊക്കെ വളരെ അഭിമാനത്തോടെ റയാൻ സംസാരിച്ചു. തെറ്റുകളുണ്ടെങ്കിലും അതിനും മുകളിൽ നന്മയുള്ളതുകൊണ്ട് അവൾക്ക് ഗ്രാജുവേഷൻ അനുവദിക്കുന്നതായും റയാൻ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. അന്ന് ഡിന്നറൊക്കെ കഴിഞ്ഞ് റയാനും വയലറ്റും സംസാരിക്കാനിരുന്നു. ക്വീൻ എറിക്ക തനിക്ക് അവരുടെ കിങ്ഡത്തിൽ പ്രധാന ട്രെയിനറായി ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം അവൻ അവളെ അറിയിച്ചു. ഒന്നിച്ച് സംസാരിച്ചുള്ള മനോഹരമായൊരു നിമിഷത്തിൽ തനിക്ക് റയാനോടുള്ള പ്രണയ താൽപര്യം വയലറ്റ് പ്രകടിപ്പിച്ചു. റയാനും അവളോട് ഇഷ്ടമുണ്ടായിരുന്നു. പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞ ആ രാത്രിയിൽ അവർ ചുംബിക്കുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.